അപ്പോൾ രാജൻ, ഇതാണ് കാതലായ ഒരു ചോദ്യം. അതായത് താങ്കൾ ജോലി കൊടുക്കുമെന്ന് പറഞ്ഞു. പ്രായോഗികമായിട്ട്, വളരെ പ്രായോഗികമായിട്ട് എങ്ങനെ ജോലി കൊടുക്കും ഒന്ന് സംക്ഷിപ്തമായിട്ടൊന്ന് വിവരിക്കാവോ? അത് തന്നെ ആദ്യം പറഞ്ഞ് ആൾക്കാർക്ക് എല്ലാവർക്കും എന്ത് അപേക്ഷ കൊടുത്താലും 7 ദിവസം മറുപടി കൊടുക്കണമെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ അറിഞ്ഞ് തിരക്കി കണ്ടുപിടിക്കാനുള്ള ജോലിക്കാർ വേണം. ഇന്ന് ആഴ്ചയിൽ വെറും 35 മണിക്കൂർ പോലും ജോലി ചെയ്യാത്തിടത്ത് 24 മണിക്കൂറും ജോലി ആകുമ്പോൾ 168 മണിക്കൂർ ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ജോലി ചെയ്യാൻ ഇന്നത്തെ 3 ഇരട്ടി ആൾ വേണം. അങ്ങനെയുള്ള ആളുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ഉദ്യോഗ കയറ്റം കിട്ടും. കാരണം അവരാണ് സൂപ്പർവൈസേഴ്സ്, മാനേജേഴ്സും ആവുന്നത്. പുതുതായിട്ട് എടുക്കുന്നവരെ പഠിപ്പിച്ച് എന്തൊക്കെ ജോലി ചെയ്യണമെന്നുള്ള മനസ്സിലാക്കി കൊടുക്കുന്നവരും അവരാണ്. അപ്പോൾ ഇന്നുള്ള ഉദ്യോഗസ്ഥന്മാർ നടന്നിട്ട് എനിക്ക് ശമ്പളം കൂട്ടണമെന്നും പിന്നെ ഗ്രേഡ് കൂട്ടണമെന്നും സമരം ചെയ്യേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കെല്ലാം ശമ്പളം കൂടുതൽ കിട്ടും, പ്രൊമോഷൻ കിട്ടും. ഈ പുതുതായിട്ട് എടുക്കുന്നവരെ എല്ലാം ട്രെയിൻ ചെയ്യും. ഈ ട്രെയിൻ ചെയ്ത് അവരെ കീഴിലാക്കി കഴിയുമ്പോൾ ഇന്നുള്ളവരെല്ലാം മാനേജേഴ്സും സൂപ്പർവൈസേഴ്സുമായിട്ട് അങ്ങ് മാറുക. അപ്പോൾ പുതുതായിട്ട് എടുക്കുന്നവരെല്ലാവരും കൂടെ അവർക്കെല്ലാം ജോലിയാകുമ്പോൾ ഈ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ശരിയായ രീതിയിൽ എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വത്തോട് കൂടിയ ജോലികളാണ്. ഇന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ജനങ്ങൾ ഒരു ഒപ്പിട്ട് വാങ്ങിച്ചെങ്കിൽ മാത്രമേ അവനൊരു കാര്യം സാധിക്കാൻ ഒക്കൂ എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പം അപേക്ഷ കൊടുത്താൽ മാത്രം മതി ഉദ്യോഗസ്ഥന് അത് പാസ്സാക്കി കൊടുക്കേണ്ടി എന്നുള്ള നിയമമായി വരുന്നത്. അങ്ങനെ പാസ്സാക്കി കൊടുക്കേണ്ടി വരുമ്പോൾ ഇന്നുള്ളതിൻ്റെ 100 അല്ല 1000 വരെ സ്പീഡിൽ കാര്യങ്ങൾ നടക്കും. അങ്ങനെ ഗവൺമെൻറ് ഓഫീസുകൾ 3 ഷിഫ്റ്റിൽ 24 മണിക്കൂറും വർക്ക് ചെയ്യുമ്പോൾ പ്രൈവറ്റിലുള്ള എല്ലാ 24 മണിക്കൂർ വർക്ക് ചെയ്യും. ചായക്കടകളായാലും ഹോട്ടലായാലും മുറുക്കാൻ കടയായാലും മറ്റുള്ള കടകളായാലും എല്ലാം 24 മണിക്കൂറും വർക്ക് ചെയ്യും. 24 മണിക്കൂറും വർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടായി കഴിയുമ്പോൾ ഇന്നുള്ളതിൻ്റെ 4 ഇരട്ടി ആൾക്കാർ വേണം. അങ്ങനെ വേണ്ടി വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ആൾക്കാരെ കിട്ടാതെ വന്നാൽ ഞാൻ പറയുന്ന അറബി നാട്ടിൽ നിന്ന് വിസ കൊടുത്ത് അറബി ഇറക്കി ജോലി ചെയ്യിപ്പിക്കും. അങ്ങനെയാണ്. പിന്നല്ല, അത്രത്തോളം ജോലിക്കാരെ ആവശ്യമായി വരും. അത് ശരി. പക്ഷേ ഇവർക്കെല്ലാം ശമ്പളം കൊടുക്കാനുള്ള പണം എവിടെയാ? ഞാൻ അതല്ലേ പറഞ്ഞ ഈ ശമ്പളം ഇന്ന് കൈക്കൂലിയും മറ്റേതും മറിച്ചതും കൊടുക്കുന്ന എല്ലാം കൂടെ ചേർത്ത് വരുന്നതിൻ്റെ എമൗണ്ടിൻ്റെ ഒരു എമൗണ്ടാണ് ഫീസ്. അതിനുള്ള വരുമാന മാർഗം സർക്കാർ കണ്ടെത്തണം. ഇന്നുള്ളതിൻ്റെ 100 ഇരട്ടി ഫീസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 5-7 ദിവസത്തിനും കാര്യം സാധിക്കുമെങ്കിൽ ഈ ഫീസ് കൊടുക്കുന്നവന് കൈക്കൂലി കൊടുക്കുന്നത് മറ്റതും മറിച്ചതും ഒന്നും കൂടെ 7 ദിവസത്തിനും കാര്യം സാധിക്കണേ കൈക്കൂലി കൊടുക്കണ്ട. കൈക്കൂലി ചോദിച്ചാലും വാക്കേ നമുക്ക് തുടച്ചു നീക്കണം. അതോടുകൂടി 7 ദിവസത്തിനും കാര്യം സാധിച്ചു കൊടുത്തില്ല ആ ഉദ്യോഗസ്ഥന്റെ ഉദ്യോഗം പോയി. പിന്നെ അവന്റെ കൈക്കൂലിയും ഒക്കത്തില്ല, ശമ്പളവും ഒക്കത്തില്ല. അതായത് അവന്റെ ശമ്പളവും ഇല്ല. അവന്റെ സ്ഥാനത്ത് വേറൊരാള് അവിടെ റെഡിയുണ്ട്, നിയമിക്കായി. അവിടെ 24 മണിക്കൂറും കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആടിനെ നോക്കണം, കന്നാലി നോക്കണം, പോച്ച കുറച്ചോണം, എന്ത് വേണമെന്ന് വെച്ചാൽ അവൻ ചെയ്തു. അന്നേരം പ്രൈവറ്റുകളും എല്ലാം 24 മണിക്കൂർ വർക്ക് ചെയ്യും. അപ്പൊ പഠിത്തമില്ലാത്തവനും ജോലി വേണം. അതായത് നമ്മുടെ സംസ്ഥാനം ഒരിക്കലും ഉറങ്ങത്തില്ലെന്ന് പറഞ്ഞാൽ ഉറങ്ങേണ്ടിയവർക്ക് ഉറങ്ങാം. 8 മണിക്കൂർ ജോലി ചെയ്താൽ മതി ഒരു ദിവസം. ആഴ്ച 40 ദിവസം, 2 ദിവസം അവധി കിട്ടും. ഒരു ദിവസം 16 മണിക്കൂർ അവധിയാ. കാരണം 8 മണിക്കൂർ ജോലി ചെയ്താൽ മതി, ബാക്കി സമയം അവധിയാണ്. വെറും 8 മണിക്കൂർ ജോലി ചെയ്താൽ മതി, 16 മണിക്കൂർ അവരുടെ ഇഷ്ടത്തിന് ചെയ്യാം. ആ ജോലി ചെയ്യാതിരിക്കുന്നവനെ, ഇങ്ങനെ ജോലി ചെയ്യാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ജോലിക്ക് അവന് യോഗ്യനല്ല, പിന്നെ അവന് ജോലിയില്ല. അതായത് ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ ജോലി ചെയ്യാൻ പ്രാപ്തനല്ല, അങ്ങനെയുള്ള വ്യക്തിക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള, ഇവിടെ തന്നെ ഒരു വെൽഫെയർ സ്റ്റേറ്റാണ് നമ്മുടെ കേരളം, അല്ലെങ്കിൽ ഇവിടെ ഈ രാജ്യത്ത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയിൽ വെൽഫെയർ, ജോലി ചെയ്യാൻ പറ്റാത്തവർക്ക് ഡിസേബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ ജോലി എല്ലാവർക്കും ഉള്ളപ്പോൾ അവിടെ പിന്നെ പ്രശ്നം വരുന്നില്ല. ജോലിക്ക് ആളിനെ തികയാതെ വരുന്നവരിടത്ത് പിന്നെ ഡിസബിലിറ്റി ഉണ്ടായാലും ജോലി, അതായത് ജോലി ചെയ്യാൻ പ്രാപ്തനല്ല, ഞാൻ രോഗിയാണ്, രോഗിക്ക് അത് ആ രോഗം മാറ്റാനുള്ള പരിപാടി വേറെ ഉണ്ട് എല്ലാവർക്കും. അതായത് രോഗിയും എന്തെങ്കിലും ജോലി ചെയ്തോളണം. രോഗിയും ജോലിയായിട്ട് ബന്ധമുണ്ട്. പൂർണ്ണ ആരോഗ്യ സംരക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ പിന്നെ രോഗിക്ക് എന്തോന്ന് പേടിക്കാന്? ഇൻഷുറൻസ് പോലും വേണ്ട. സർക്കാർ ഇപ്പോഴും സർക്കാർ ഫ്രീ ആയിട്ടാണ്. ഫ്രീ ഒന്നുമല്ല. അവിടെ ചെന്ന് നോക്കണം, ഡോക്ടർക്ക് വീട്ടിൽ കൊണ്ട് കാശ് കൊടുക്കണം, അത് വേറെ കാര്യം. പക്ഷേ നടക്കേണ്ട കാര്യം നിയമം അനുസരിച്ച് കേരളത്തിലെ ഫ്രീ മെഡിക്കേഷൻ ആണ്. അല്ല,
ഫ്രീ വൈദ്യമാണ് ഇപ്പൊ അതൊക്കെ നിയമം അനുസരിച്ച്. ഇപ്പൊ അല്ല, ഇപ്പൊ മരുന്ന് വെളിയിൽ പോയി ഫാർമസി ചെന്ന് വാങ്ങിച്ചോണ്ട് കൊടുക്കാം. ഐ അഗ്രി വിത്ത് ദാറ്റ്. അതിനോട് ഞാൻ യോജിക്കുന്നു. പറഞ്ഞാൽ മാത്രം പോരാ, ചെയ്യണം. ഞാൻ ഇത് 100% ചെയ്യും. ഓക്കെ. ഇപ്പോൾ ജോലിയെപ്പറ്റി പി.ഒ. രാജൻ ഏതാണ്ടൊക്കെ പരാമർശിച്ചു, എനിക്ക് മനസ്സിലായി. അടുത്തത് നിങ്ങളുടെ അജണ്ടയിലുള്ളത് നീതി. അപ്പോൾ നീതി എന്ന് പറഞ്ഞാൽ നീതിന്യായ വ്യവസ്ഥ, അത് എല്ലാവർക്കും നീതി കൊടുക്കും. ഇന്നത്തെ നീതി എന്ന് പറയുന്നത് ജസ്റ്റിസ് ഡിലേയ്ഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണ്. ആ ഒരു വാക്ക് ഇന്ന് ജസ്റ്റിസ് ഡിലേ മാത്രമാണ് നടക്കുന്നത്. 10, 15, 20 കൊല്ലങ്ങൾ കൊണ്ടാണ് ഒരു കേസ് തീരുന്നത്. കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. കോടതി കിടക്കുകയാണ്, ജഡ്ജിമാരില്ല, മറ്റേയില്ല, മറിച്ചേയില്ല. എന്തിനാ ഇതൊക്കെ? ഈ ഒരു സൈഡ് തന്നെ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മെമ്പറുടെ മുമ്പിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പറഞ്ഞു തീർക്കണം. അങ്ങനെ പറഞ്ഞു തീർക്കാൻ ഒക്കാത്തൊരു പ്രശ്നം പ്രസിഡന്റിൻ്റെ മുമ്പിൽ വെച്ച്, എല്ലാ മെമ്പർമാരുടെ മുമ്പിൽ വെച്ച് ആലോചിച്ച് അത് പറഞ്ഞു തീർക്കാൻ ഒത്തില്ലെങ്കിൽ അതിനകത്ത് തെറ്റ് ചെയ്തവൻ ആരായാലും മെമ്പറുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു തീർന്നാൽ ഈ രണ്ടുപേര് തമ്മിൽ തെറ്റ് ചെയ്തു, അവർ കൈ കൊടുത്തു, സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ചു, അപ്പോഴേ പറഞ്ഞു വിട്ടാൽ പോലീസിൽ പോകണോ? പോലീസിൽ ചെന്ന് അവൻ്റെ രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് കേസ് എഴുതി കോടതി വിടും. അവൻ പിന്നെ ആയുഷ്കാലം മൊത്തം കയറി ഇറങ്ങി നടക്കണം. കോടതി ചെന്ന് കഴിഞ്ഞാൽ വക്കീലിന് എല്ലാ മാസവും കാശ് കൊടുക്കാൻ വേണ്ടി കേസ് വായതാന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അടുത്ത മാസം വാ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു 15,000 രൂപ ചെക്ക് തന്നിട്ട് വാങ്ങിച്ചവൻ്റെ കേസ് ഇപ്പോൾ 1.5 കൊല്ലമായിട്ട് കോടതി നടക്കുന്ന, അത് തീരുന്നില്ല. അതായത് പറഞ്ഞു വരുന്നത് നമ്മുടെ കേസുകൾ, നമ്മുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഇതിനെ ഒന്നും പരാമർശിക്കുന്നില്ല. പഞ്ചായത്ത് മെമ്പറുടെ മുമ്പിൽ വെച്ച് ഒരു മധ്യസ്ഥ പറഞ്ഞങ്ങ് തീർക്കും, അതോടുകൂടി പ്രശ്നം തീർന്നു. അതായത് കോടതിയിലേക്ക് കേസുകൾ അതിന് പറയാം, അവോയ്ഡ് ചെയ്യുക. ഞാൻ പറയുന്നത് അവോയ്ഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അത് പറഞ്ഞു തരുമ്പോൾ അത് കേക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇപ്പം മെമ്പറുടെ മുമ്പിൽ വെച്ച് തീരാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം തീർക്കാൻ വേണ്ടി പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് മുമ്പിൽ വെച്ച് എല്ലാ മെമ്പർമാരും മുമ്പിൽ വെച്ച് സംവിധാനം ഉണ്ട്. ഇപ്പം ഞാൻ ഫീസ് കൊടുക്കേണ്ടി വരും. ഞാൻ ചെയ്ത തെറ്റ് ചെയ്തവൻ ചെയ്തതാണെന്ന് അവനറിയാം. അപ്പോൾ അവൻ അപ്പോഴെ തന്നെ പഞ്ചായത്ത് മെമ്പറുടെ മുമ്പിൽ വെച്ച് അതിൻ്റെ സുല്ല് പറഞ്ഞ് പൊക്കോളും. പിന്നെ മുമ്പോട്ട് പോകുന്ന പ്രശ്നം വരുന്നില്ല. അതായത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുമ്പിൽ ചെല്ലുവാണെങ്കിൽ അവന് ഫൈനുമുണ്ട്, അവൻ്റെ ശിക്ഷയുണ്ട്. അപ്പോഴവിടെ വെച്ച് നിൽക്കും. ഏതെങ്കിലും ഒരു കേസ് പോലീസോ കോടതിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ റിപ്പോർട്ടില്ലാതെ ആ കേസ് എടുക്കാൻ പാടില്ല എന്ന് നിയമം ഉണ്ടാക്കും. അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ ഈ പോലീസിലും കേസില്ല, കോടതിയിലും കേസില്ല, ഈ കോടതിയുടെ ആവശ്യമില്ലാതാകും, പോലീസിൻ്റെ ആവശ്യമില്ല. അത് നീതി ഇൻസ്റ്റൻ്റായിട്ട് കിട്ടും. നീതി ഇൻസ്റ്റൻ്റ്. അപ്പോൾ അത് സാധാരണഗതിയിൽ ഇപ്പോൾ പി.ഒ. രാജൻ പറയുന്നതനുസരിച്ച് ഒരുപക്ഷെ ഈ കേസുകൾ നിയമം ഉണ്ടാക്കും. അതായത് പെറ്റി കേസുകൾ. അപ്പോൾ പെറ്റി കേസുകൾ മാത്രമല്ല, നമുക്ക് മർഡർ കേസുകൾ ഉണ്ടാകാം. ഓക്കെ, അങ്ങനെയുള്ള കേസുകൾക്ക് ഈ പഞ്ചായത്ത് പ്രസിഡന്റിന് തീർപ്പ് കൽപ്പിക്കാൻ പറ്റാതിരിക്കണം, അവിടെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. നീതി എന്ന് പറയുമ്പോൾ അവിടെ പോലീസ് ഉണ്ട്, ജുഡീഷ്യറി മാത്രമല്ല, ഞാൻ പറയുന്നത് ഇന്നത്തെ പഴഞ്ചൻ പോലീസ് സിസ്റ്റം ഉണ്ട്. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇന്നത്തെ പഴഞ്ചൻ രീതികളിൽ നിന്നുകൊണ്ടാ പുത്തൻ ഒരു മാർഗം, പുത്തൻ ഒരു രീതി, പുത്തൻ ഒരു സിസ്റ്റം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ ആ സിസ്റ്റം എന്തുവാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പൊ ആ ചോദ്യങ്ങളിൽ വരുമ്പോൾ പുത്തൻ സിസ്റ്റമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, പഴഞ്ചനല്ല. പുത്തൻ സിസ്റ്റത്തിൽ വരുമ്പോൾ ഈ കേസുകളോ വഴക്കുകളോ ഒന്നും ഉണ്ടാവാതിരിക്കാനുള്ള ഒരു മിനിറ്റ് പ്രധാന കാരണം എല്ലാവർക്കും ജോലിയുണ്ട്. ജോലിയുള്ളവന് പിന്നെ ടെററിസ്റ്റ് ആവണ്ട, നക്സലേറ്റ് ആവണ്ട, മോട്ടിക്കാൻ പോണ്ട, കളിപ്പിക്കാൻ പോണ്ട, കള്ളത്തരത്തിന് പോണ്ട, പിന്നെ കേസില്ല. എല്ലാവർക്കും ജോലിയായ പിന്നെ എവിടുത്തെ കേസ്? അത് പറഞ്ഞു ജോലിയുടെ കാര്യമല്ല, ജോലി നീതിയുടെ കാര്യം നമ്മൾ സംസാരിക്കുന്നത്. നീതിയുടെ കാര്യം പറയുമ്പോഴാണ് പറയുന്നത് എല്ലാവർക്കും ജോലിയുണ്ട്, പിന്നെ ഏതാണ് വഴക്കിന് കിടക്കുന്നത്? വഴക്കുണ്ടാകാതിരുന്ന ഏറ്റവും ക്ഷേമരാഷ്ട്രം രാജ്യത. പക്ഷെ ഓരോരുത്തരും അവനവൻ ക്ഷേമപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് ഗൾഫില് പിന്നെ നാട്ടിൽ അടിയുണ്ടാക്കി നക്സലേറ്റ് ആയിട്ട് നാട്ടിൽ വന്നവനൊക്കെ ഗൾഫിൽ വന്നവനൊക്കെ 10 കാശുണ്ടാവും, അവന്റെ അത്രയും മാന്യം വേറെ. എനിക്ക് സംശയമുണ്ട്, ഇടയിലൊന്ന് നിർത്തണം. അതായത് എനിക്കൊരു സംശയം, ഞാനിത് ചോദിച്ചോട്ടെ, എന്നാലും എനിക്ക് കൂടുതൽ വ്യക്തമായിട്ട് ആ പാർട്ടിയുടെ അജണ്ടയിൽ വെളിയിലേക്ക് വരണമെങ്കിൽ ഈ നീതിയെപ്പറ്റി എനിക്ക് 1-2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതായത് ഇപ്പോൾ
ഈ നീതിന്യായ വ്യവസ്ഥ, ഈ ജുഡീഷ്യറി സിസ്റ്റം, പോലീസ് സിസ്റ്റം, അതെല്ലാം ആരുണ്ടാക്കിയതാ? അത് മനുഷ്യനുണ്ടാക്കിയതാ. തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാരനുണ്ടാക്കിയതാ. ആയിക്കോട്ടെ, അത് ബ്രിട്ടീഷുകാരും മനുഷ്യരാണല്ലോ. മനുഷ്യരാണല്ലോ. ബ്രിട്ടീഷുകാരും മനുഷ്യരല്ലോ. ഇന്നത്തെ ഇന്ത്യൻ പീനൽ അല്ല, ഞാൻ നിർത്തിയില്ല. അല്ലല്ല, ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞോണ്ട് ബുക്ക് എടുത്ത് തരും. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നോക്കാം. ഇന്ത്യൻ പീനൽ കോഡ് 1860 എന്ന് പറഞ്ഞിട്ട് ബുക്കാ സാധാരണ തരുന്നത്. ഓക്കെ, ആ 1860 നിയമം ഒരു നിമിഷം എന്റെ ചോദ്യം തീർന്നില്ല. അതായത് ഇപ്പൊ തന്നെ താങ്കൾ തന്നെ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പരാമർശിച്ചല്ലോ. അതായത് ഒരു മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ഈ മാവേലി പാർട്ടിക്ക് കേരളത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇന്ത്യൻ പീനൽ കോഡിനെ അത് തീർച്ചയായും തൊട്ടല്ലോ. ഇന്ത്യൻ പീനൽ കോഡിനെ മാറ്റി മറിക്കണമെന്നാണ് താങ്കൾ അവകാശപ്പെടുന്നത്. കേരളത്തിൽ മാത്രമായിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവൻ തെറ്റ് ചെയ്യാൻ പോകുന്നില്ല, കുറ്റം ചെയ്യാൻ പോകുന്നില്ല. കുറ്റം ചെയ്തു എന്നിരിക്കട്ടെ, ഇല്ലെന്ന് പോകത്തില്ലെന്ന് അവന് അറിയാവുന്ന അനുഭവം വെച്ചുകൊണ്ട് കാശുള്ളവനൊക്കെ കുറയുന്നത് മര്യാദക്ക് ജീവിക്കാൻ അറിയാവുന്ന, കാശില്ലാത്തവനാ ഈ വേണ്ടാത്തതിനകത്ത്. അതായത് എന്റെ അഭിപ്രായം, ജോലിയും വേലയും ഇല്ലാതാവുമ്പോ പിന്നെ എന്ത് തോന്നിവാസം കാണിച്ചാലും വയറ്റിന് വേണ്ടി എന്തും ചെയ്യും. അതെ, കേരളത്തിലുള്ള താങ്കളുടെ സംസ്ഥാനത്ത് ഇതേമാതിരി കുറ്റകൃത്യങ്ങൾ ഉണ്ടായാൽ അവർക്കും, അല്ലല്ല ഞാൻ പറയട്ടെ, ഉണ്ടാവത്തില്ലെന്ന്. എല്ലാവർക്കും ജോലിയായ പിന്നെ ഉണ്ടാവത്തില്ലെന്ന്. അവൻ പിന്നെ കല്യാണം കഴിച്ച അവന്റെ ഭാര്യ പിന്നെ നീതിയുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. നീതി കിട്ടുന്നതിന് പഞ്ചായത്ത് മെമ്പറുടെ മുമ്പിൽ വെച്ചത് പറഞ്ഞു തീരുന്ന കാര്യമുള്ള, അതിനുള്ള കാര്യങ്ങളെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ കുറ്റം ചെയ്താൽ താങ്കൾ നീതി നിഷ്ഠ നടപ്പാക്കാൻ എന്തെല്ലാം വ്യവസ്ഥകളാണ് താങ്കളുടെ അജണ്ടയിൽ, മാനിഫെസ്റ്റോയിലുള്ളത്? എങ്ങനെയാണ് അത് നടപ്പാക്കുക? ഇന്നത്തെ നിയമം അനുസരിച്ച് കുറ്റം ചെയ്താൽ ജയിലിലിറക്കും, വലിയ തൂക്കിക്കൊല്ലും എന്നൊക്കെ ഇല്ലയോ? അതൊക്കെ എന്ന് പറഞ്ഞ പഴഞ്ചൻ ഇടപാടാണ്. ഇന്ന് കുറ്റം ചെയ്യുന്നവന് ശിക്ഷ ഫൈനായിരിക്കണം. എന്ത് കുറ്റം ചെയ്താലും 1000 രൂപ മുതൽ 50 ലക്ഷം വരെ ഫൈൻ. 10 അടി മുതൽ 100 അടി വരെ അടി. അടിയോളം ഒക്കുക അണ്ണൻ തമ്പി എന്ന് പണ്ട് കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അപ്പോൾ അവിടെ ഒരു നിമിഷം, അടി എന്നുള്ള വ്യവസ്ഥ താങ്കൾക്ക് മാത്രം അതാക്കാൻ ഒരിക്കലും സാധ്യമല്ല. അത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള നിയമസഭയുടെ അധികാരത്തിൽ നിന്നുകൊണ്ട് കേരളത്തിൽ ആരെങ്കിലും കേരളത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവൻ അടി കൊടുക്കുമെന്നൊരു നിയമം ഉണ്ടാക്കി, അത് കേരളത്തിൽ മാത്രം അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. കേരളത്തിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി തടയാൻ വരുന്ന ഏത് ഗവൺമെന്റ് ആയാലും ആ ഗവൺമെന്റിന്റെ അടുത്ത് എതിർക്കും. കാരണം കേരളത്തിലെ ജനങ്ങൾ നേരെ ചൊവ്വേ ജീവിക്കാനും ശിക്ഷ ഇല്ലാതാക്കാനും പഴഞ്ചൻ നിയമം ഞങ്ങൾക്ക് വേണ്ട. അത് തടയാൻ വരുന്നവരോട് ഞങ്ങൾ പറയും, ഇന്നാ നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പ് ഇപ്പം വരണം, നിങ്ങളെ പിരിച്ചുവിടത്തില്ല ഉള്ളോ, തെരഞ്ഞെടുക്കട്ടെ, വീണ്ടും ജനങ്ങൾ തീരുമാനിക്കട്ടെ. അങ്ങനെ പിന്നല്ലാതെ, അതായത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്താൻ താങ്കളുടെ ഗവൺമെന്റ് ശ്രമിക്കും. ഓക്കെ, അതിന് സാധിച്ചില്ലെങ്കിൽ പിരിച്ചുവിട്ടോട്ടെ, പിരിച്ചുവിടുക. മനസ്സിലാവും. കാരണം നമുക്ക് സ്വന്തമായിട്ട് നമ്മളൊരു ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഒരു ചെറിയ സ്റ്റേറ്റ് മാത്രമാണ്. നമ്മുടെ സ്റ്റേറ്റിന് മാത്രം പ്രത്യേക അടിശിക്ഷ അങ്ങനെയൊന്നും പാസ്സാക്കാൻ നമുക്ക് അവകാശങ്ങളില്ല. അത് നടപ്പിലാക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടപ്പിലാക്കുക, അല്ലെ ഞങ്ങളെ പിരിച്ചുവിടുക. അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പറയാ അത് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, കേന്ദ്രവും ചെയ്യാൻ ഒക്കത്തില്ല, ആരും ചെയ്യാൻ ഒക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ വേറൊന്ന് പറഞ്ഞു, ഇപ്പോൾ അടിശിക്ഷ ഒരു ഉദാഹരണം, ഞാൻ അതിലെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അടിശിക്ഷ അല്ലെങ്കിൽ ഫൈൻ അടിക്കുക ചില സാമ്പത്തിക കുറ്റവാളികൾക്ക്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ കോടിക്കണക്കിന് സ്വത്തുള്ള ഒരാളാണ് ഞാനെന്ന് വിചാരിക്കട്ടെ, എനിക്ക് പോയി എന്ത് കുറ്റവും ചെയ്യാം, കാരണം എനിക്ക് ഫൈൻ അടിക്കാൻ ധാരാളം കാശുണ്ട്. അതിനാ അടി കൊടുക്കുന്നത്. അടി 10 അടി മുതൽ 100 അടി വരെ ദിവസം. പൈസക്കാരൻ ഒരു ദിവസം മുതൽ 100 ദിവസം വരെ പൈസക്കാരൻ അടി മാത്രമല്ല, അവന്റെ ഫൈനും ഉണ്ട്. പൈസ ഒരു പ്രശ്നമല്ല എനിക്ക്. ഒരു ദിവസം മുതൽ 100 ദിവസം വരെ അവൻ അടി കൊടുക്കും. അതാ അതിന്റെ മാക്സിമം. ഇതിനെ ശിക്ഷിക്കുന്ന ഈ 100 ദിവസത്തെ അടി കൊള്ളാൻ തയ്യാറുള്ളവനെ കുറ്റം ചെയ്യാവും. അപ്പൊ ഇപ്പോഴത്തെ വ്യവസ്ഥയിലുള്ള ഫാക്ടറികളാക്കി മാറ്റും. ജീവപര്യന്തം അങ്ങനെ യാതൊന്നുമില്ല. അടി കൊണ്ടോണം, കാശ് കൊടുത്തോണം. അതായിരിക്കും അടിക്കുന്ന അടി എത്ര അടി കൂടുതലുണ്ടോ അത്രത്തോളം കാശും കൂടുതൽ കൊടുത്തു. അതിപ്പം കേരള അസംബ്ലിയിൽ പാസ്സാക്കിയല്ല, നടപ്പിലാക്കിയില്ലെങ്കിൽ നമ്മളെ വീണ്ടും നമ്മളെ പിരിച്ചു വിട്ടോ, ഞങ്ങൾ നടപ്പിലാക്കും. ഞങ്ങളുടെ കേരളത്തിൽ നടക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ലേ, ഞങ്ങളെ പിരിച്ചു വിട്ടോ, വീണ്ടും ഞങ്ങൾ വരും. അത് നടപ്പാക്കണമെങ്കിൽ ഇന്ത്യ ഒട്ടാകെ നടപ്പാക്കണം. ഇന്ത്യ മൊത്തം ഗവൺമെന്റ് പാസ്സാക്കണം. ഇന്ത്യ മൊത്തം ഞങ്ങൾ പിടിച്ചെടുക്കും. പക്ഷേ ഒരു കൊല്ലത്തിനുള്ളിൽ ഒന്നും സാധിക്കില്ല. ഒരു കൊല്ലത്തിനൊക്കെ ഒരു കൊല്ലം കൊണ്ട് കേരളത്തിൽ ഇത്രയും ആയി കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 26 സംസ്ഥാനങ്ങളും പിടിച്ചെടുക്കും നിങ്ങൾ. അതായത് മാവേലി പാർട്ടി അത് തന്നെ.
ഓക്കെ, ഒരു കൊല്ലത്തിനുള്ളിൽ തൊഴിൽ നൽകും. അതായത് നീതി ഒരു കൊല്ലത്തിനാണ് വേണ്ടിയത്, ആണോ അല്ലയോ? ജനങ്ങൾക്ക് ജോലി വേണം, നന്മ വേണം, അവർക്ക് വീട് വേണം. ഇന്ന് അമ്മ മരിച്ച പിന്നീട് അടുക്കളയെ കുഴിച്ചെടുത്തെന്ന് പറഞ്ഞുകൊണ്ട് പേപ്പറിൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക്